ഹായ് ഫ്രണ്ട്സ്, അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രാഗിയപ്പമാണ് കേട്ടോ. രാഗിപ്പൊടി കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കണേ. വീഡിയോ ഇഷ്ടമായാലും ലൈക്കും ഷെയറൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് രാഗിയപ്പം എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പം ഞാനിതാ രാഗിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് രാഗിപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാ കുറുക്കൊക്കെ ഉണ്ടാക്കൂലേ കുട്ടികൾക്ക്, ആ പൊടിയാണ് കേട്ടോ. അല്ലാതെ രാഗിൻ്റെ പുട്ടുപൊടിയല്ലേ. നമ്മൾ സാധാരണ കുട്ടികൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന പൊടിയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ പൊടി എടുത്ത അതേ കപ്പ് തന്നെ 1 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കണ്ടേ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണ്ടേ. ഇനി നമ്മൾ പൊടി എടുത്ത കപ്പ് തന്നെ 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. 2 കപ്പ് പൊടിക്ക് 2 കപ്പ് വെള്ളമാണ് കേട്ടോ വേണ്ടിയത്. വെള്ളം കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഇപ്പം ഞാൻ ഇവിടെ 250 ml കപ്പിൽ 2 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ആ കപ്പ് തന്നെ 2 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത്. ഇനിയിപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണ് പൊടി എടുക്കണമെന്ന് വെച്ചാൽ ആ കപ്പ് തന്നെ വേണം കേട്ടോ. തേങ്ങ ചിരവിയതും വെള്ളം കളന്നെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കുക കേട്ടോ. 1 സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണേ. നമുക്കിത് വേഗത്തിൽ നിറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അതുപോലെ ഒന്ന് മിക്സ് ആയിട്ട് കൊടുക്കണത്. അപ്പോൾ ഞാൻ അത് ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അത് ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ബൗളിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ അതൊരു ബൗളിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണേ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കുക കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വലിയ ബൗളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഒന്ന് പൊങ്ങി വരുമ്പോൾ ബൗളിന് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് വലിയ ബൗൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇതുപോലെ കുറച്ച് വലിയ ബൗളിനെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മാവൊക്കെ നന്നാക്കി ഒന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് അടച്ച് വെച്ചിട്ടൊന്ന് 2-3 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. നമ്മളെ മാവ് ഒന്ന് നന്നായിട്ടൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈസ്റ്റ് കൂട്ടാതെയും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം തേങ്ങ വെള്ളം കുറച്ച് ബേക്കിംഗ് സോഡ ഒക്കെ ഇട്ടിട്ട് മാവ് കൂട്ടി വെച്ചിട്ട് രാവിലെ എടുത്തിട്ട് അപ്പം ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. രാവിലെ ആകുമ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഞാനിതാ ഒരു 3 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി അപ്പം നമ്മളെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു തവി എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയിട്ട് മിക്സ് ആയിട്ട് കൊടുക്കുക കേട്ടോ. അതേപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണ്ടേ. അപ്പം ഞാനിവിടെ മാവൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പം വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് കുറവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചട്ടി നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു തവി മാവ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പാലപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ചുറ്റിച്ചിട്ട് എടുക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് എടുക്കണ്ടേ. ഇനി ഇതിൽ ചെറുതായിട്ട് ഹോൾസ് വരുന്ന വരെ ഒന്ന് അടച്ചു വെക്കാതെ ഒന്ന് ഇതുപോലെ ഒന്ന് വേവിച്ചിട്ട് എടുക്കുക കേട്ടോ. ചെറുതായിട്ട് ഹോൾസ് വരുന്ന വരെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കരുത്. അപ്പോൾ ഇതാ നമ്മളെ അപ്പത്തിൽ ചെറുതായിട്ട് ഹോൾസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അടച്ചു വെച്ചിട്ടൊന്ന് 1-2 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചിട്ട് എടുക്കണ്ടേ. അപ്പോൾ ഇതാ നമ്മളെ അടിപൊളിയായിട്ടുള്ള രാഗി അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ല, നന്നായിട്ട് ഹോൾസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ നന്നായിട്ട് ആരെടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള മാവും കൂടി ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. പിന്നെ നമ്മളിതുപോലെ മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങോട്ട് പിന്നെ കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്താ ഞാൻ ഇവിടെ മുഴുവനായിട്ടും ചുട്ടെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിത് ക്രിസ്പിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ മാവ് ഒഴിച്ചിട്ട് ചട്ടിയിൽ കുറച്ച് നേരം കൂടി ഒന്ന് വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് ക്രിസ്പിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ സോഫ്റ്റ് ആയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ്. പിന്നെ രാഗിൻ്റെ ഗുണങ്ങളൊന്നും പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്നതാണല്ലോ. കുറേ കാൽഷ്യം ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണല്ലോ രാഗി. അതുപോലെ വെയിറ്റ് കുറക്കണവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ് കേട്ടോ. നമ്മളിതിൽ ചോറോ അങ്ങനെയൊന്നും ചേർക്കുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ്. പിന്നെ എന്നോട് കുറേ പേര് രാഗിയപ്പത്തിൻ്റെ റെസിപ്പി വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടേന്. അപ്പോൾ അവർക്കും പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ടാട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യാട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി ഓളൊന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.